ലോകത്തിലെ നമ്പർ 1 ബാറ്റർ എന്ന പദവിയിൽ വരെ എത്തിയ ആളാണ് സഞ്ജു. ലോകകപ്പിൽ സഞ്ജു ഫോം കണ്ടെത്തുമെന്ന് ആഗ്രഹിക്കുന്നു. ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ഓപ്പണറായ ഇഷാൻ കിഷനെ സ്ക്വാഡിൽ അംഗമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശുഭ്മാൻ ഗിൽ പുറത്തുപോയത്. ഇന്ത്യയുടെ T20 ലോകകപ്പ് സ്ക്വാഡിനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അഗാർക്കറിന്റെ വാക്കുകളായിരുന്നു ഇത്. തുടർച്ചയായി സെഞ്ചുറികൾ നേടിയിട്ടും അർഹതയുള്ള സമയത്ത് തുടർച്ചയായി ബെഞ്ചിലിരുത്തിയിട്ടും നിരന്തരം അവഗണിക്കപ്പെട്ടപ്പോഴും സമ്മർദ്ദത്തിന്റെ പരകോടിയിൽ നിന്നിട്ടും പ്രതിഭയുടെ മിന്നലാട്ടത്തിൽ തന്റെ മികവെന്താണെന്ന് ഓരോ തവണ ബാറ്റെടുത്തപ്പോഴും സഞ്ജു സാംസൺ ഇന്ത്യൻ സെലക്ടർമാർക്ക് മുന്നിൽ തെളിയിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തിന്റെ നിറങ്ങൾ മങ്ങുകയില്ലെന്ന് കട്ടായമായി പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതും. ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായും ഓപ്പണറായുമായിരിക്കും സഞ്ജു മൈതാനത്തേക്ക് ഇറങ്ങുക. സഞ്ജു അഭിഷേക് ഓപ്പണിംഗ് ജോഡി പവർ പ്ലേയിൽ നൽകുന്ന തകർപ്പൻ തുടക്കമായിരിക്കും ലോകകപ്പിൽ കറുത്ത കുതിരകളാകാൻ ഇന്ത്യൻ ടീമിനെ സഹായിക്കുന്ന പ്രധാന ഘടകം. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മികച്ച പ്രകടനത്തിലൂടെയാണ് ഇഷാൻ കിഷൻ ടീമിൽ ഇടം പിടിച്ചത്. റിങ്കു സിംഗും സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കൻ സീരീസിലെ പെർഫോമൻസ് ആണ് ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിക്കാൻ നിർണായകമായത്. തുടർച്ചയായി പരാജയപ്പെട്ട ശുഭ്മാൻ ഗിൽ ടീമിന് പുറത്തേക്ക് പോകാൻ കാരണവും സീരീസിലെ മോശം പ്രകടനമാണ്. ലോകകപ്പ് പ്ലേയിങ് 11 തിരഞ്ഞെടുക്കുന്നതിൽ ഇനി നിർണായകമാകുന്നത് ന്യൂസിലാൻഡ് സീരീസിലെ പെർഫോമൻസ് ആണ്. ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ ആരാധകർക്ക് നിരാശ സംഭവിച്ച ഒരേയൊരു നിരാകരണം ബാക്കപ്പ് ഓപ്ഷനായി പോലും യശസ്വി ജയ്സ്വാളിന് സ്ക്വാഡിൽ ഇടം നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഏറ്റവും മികച്ച പ്ലേയിങ് 11 ഇറക്കാൻ പറ്റിയ സ്ക്വാഡാണ് ഇന്ത്യയുടേതെന്നാണ് ലോകകപ്പ് നേടുമെന്നുള്ള ആരാധകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകം.